നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എർസ്കേക്സ് ഇന്റർ മയാമിക്ക് പണി കൊടുത്തു. വീണ്ടും മത്സരം വിജയിക്കാതെ ഹാവിയർ മഷ്രാനോയുടെ ടീം നിരാശരായിട്ട് മടങ്ങുന്നു. സാൻ ജോസ് എർസ്കേക്സ് 3-3 സമനിലയിലാണ് ഇന്റർ മയാമിയെ തളച്ചിരിക്കുന്നത്. ആദ്യ മിനിറ്റിൽ തന്നെ ലീഡെടുത്ത മയാമിയാണെന്ന് നോക്കണം. പിന്നെ കളി 3-3 സമനില. വേസ്റ്റ് ഡിഫൻസ്, അങ്ങനെയാണ് ഇപ്പോൾ മയാമിയുടെ ഡിഫൻസിന് അവരുടെ ആരാധകർ തന്നെ വിലയിരുത്തുന്നത്. 3 ഗോള് ഇതാ വഴങ്ങിയിരിക്കുന്നു. മെസ്സിയും അതുപോലെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ കളിച്ചിരുന്നു. ഇപ്പം സുവാരസ് ഇല്ലായിരുന്നു. അലൻ്റെ മുന്നിൽ നിർത്തി ലിയോ മെസ്സി ഉണ്ടായിരുന്നു, ബോസ്കറ്റ്സ് ഉണ്ടായിരുന്നു, ജോഡി ആൽബ ഉണ്ടായിരുന്നു. ബട്ട് വിജയിക്കാൻ പറ്റുന്നില്ല. കളിയിൽ 1-ാമത്തെ മിനിറ്റിൽ തന്നെ ഫാൽക്കണിലൂടെ ഇന്റർ മയാമി ലീഡെടുത്തതാണ്. ഉടൻ വന്നു തിരിച്ചടി, സാൻ ജോസിൻ്റെ തിരിച്ചടി. അഴാങ്കോയിലൂടെ അവർ മടക്കിയടിച്ചു ആ ഗോൾ 3-ാമത്തെ മിനിറ്റിൽ തന്നെ. പിന്നെ 37-ാമത്തെ മിനിറ്റിൽ ലിറൗക്സിലൂടെ സാൻജോസ് ലീഡെടുത്തപ്പോൾ തൊട്ടു പിന്നാലെ 44-ാമത്തെ മിനിറ്റിൽ അലൻഡയിലൂടെ ഇന്റർ മയാമി ഒപ്പം പിടിച്ചു. വിട്ടുകൊടുത്തോ? സാൻജോസ് ഇല്ല. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് വീണ്ടും ഗോൾ വിടക്കുന്നു. ഹാർക്കേസ് സാൻജോസിനെ മുന്നിലെത്തിക്കുന്നു. 3-2 ലീഡുമായിട്ട് ഇടവേള സമയത്ത് കയറിപ്പോയ സാൻജോസിനെതിരെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അലൻ്റെ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു. മത്സരം 3-3 സമനില. പിന്നീട് അങ്ങോട്ട് ശ്രമങ്ങൾ നടന്നെങ്കിലും ഗോൾ വന്നില്ല. അവസാന നിമിഷം തന്നെ ഫൗൾ ചെയ്തതിന്, അത് വിളിക്കാതിരുന്നതിന് റഫറിയോട് വലിയ രൂപത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ലിയോ മെസ്സി കളിക്കളം വിട്ടുപോയത്. എന്തായാലും വീണ്ടും ഒരു മത്സരം കൂടി ഹാവിയർ മഷ്രാനോയുടെ ഇന്റർ മയാമി വിജയിക്കുന്നില്ല. നോക്കുക, ഇതിന് മുമ്പത്തെ മത്സരം മിനസോട്ടയോട് 4-1 തോറ്റു. അതിനു മുമ്പ് ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെ വിജയിച്ചായിരുന്നു. എന്നാൽ വാൻകൂവറിനെതിരെ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഡല്ലാസിനോട് 4-3 പൊട്ടിയിട്ടുണ്ടായിരുന്നു. വാൻകൂവറിനോട് അതിൻ്റെ ആദ്യപാദ മത്സരം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അത്ര നല്ല ഒരു സ്ഥിതിയിലല്ല ഇപ്പോൾ ഇന്റർ മയാമി പോയിക്കൊണ്ടിരിക്കുന്നത്. ആരാധകർക്ക് വലിയ രൂപത്തിൽ നിരാശയുണ്ട് എന്ന് പറയാം. കാരണം ക്ലബ്ബ് വേൾഡ് കപ്പ് ഇത് അടുത്ത് വരികയാണ്. അപ്പോഴാണ് ടീം ഈ രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്റർ മയാമി 12 കളികളിൽ 22 പോയിന്റ് മാത്രമായിട്ട് MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 5-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.